ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് മനോഹരമായി ഈ സ്നോമാൻ ക്രിസ്പി ട്രീയെ ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിന് ഞാനിവിടെ കുക്കറിൽ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനെ ഞാനിവിടെ ഇങ്ങനെ ഒരു അരിപ്പയിലാണ് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ അടിയിൽ ഈ ഭാഗത്ത് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റി എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. 1/2 കപ്പ് അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേ ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മളിതൊന്ന് കുഴച്ച് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത മാവ് നമ്മുടെ കൈവച്ച് തന്നെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്നോമാൻ ഷേപ്പിലുള്ള കുക്കി കട്ടർ എടുത്ത് അതിലേക്ക് ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിൻ്റെ അടിഭാഗത്തു നിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ കിട്ടും. എന്നിട്ട് മെല്ലെ പതുക്കെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ട്രീ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് മാവെടുത്ത് ഉരുട്ടിയെടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പരത്തിയെടുത്ത മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെയുള്ള ഒരു ട്രീയുടെ ഷേപ്പിലുള്ള കട്ടർ എടുത്ത് അതിലും ജസ്റ്റ് ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കണം. ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ബലം കൊടുത്തൊന്ന് പ്രസ് ചെയ്യുക. ശേഷം മെല്ലെ പതുക്കെ ഇതേപോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്നോമാനൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ 2 സൈഡ് ഒന്ന് ആയിട്ടുണ്ട്. ഇത് മതി. ഇപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമുക്ക് ബാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഇത് നമ്മളിത് ഇപ്പോൾ സ്നോമാനും ട്രീയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോക്കി, ഇത് നല്ല ക്രിസ്പിയാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ടൊമാറ്റോ സോസിൻ്റെ കൂട്ടത്തിലൊന്ന് നോക്കി. ഈ സ്നോമാൻ പൊട്ടറ്റോയും ട്രീയും നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുട്ടികൾക്ക് വേണ്ടി ഇത് തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ. ഇതേപോലെയുള്ള വെറൈറ്റി കുക്കിംഗ് വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.